വെൽക്കം ടു ആനീസ് കിച്ചൺ. ഇന്ന് നമ്മുടെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് വേറെ ഒന്നും അല്ല കേട്ടോ, ക്രിസ്മസ് അല്ലേ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മാത്രമല്ല എൻ്റെ ആനീസ് കിച്ചൻ്റെ എല്ലാ ക്രൂവിൻ്റെയും കൂടെ ചേർത്ത് ഒരു മെറി ക്രിസ്മസും ഒരു പ്രോസ്പെറസ് ന്യൂ ഇയറും. ഈ വിഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്നറിയോ ഒരു മനസ്സിനൊരു വിഷമ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രിസ്മസ് അല്ലേ, ഒരു വിഷ് തന്നേച്ച് നമുക്ക് നമ്മുടെ റെസിപ്പി തുടങ്ങുന്നതല്ലേ ഏറ്റവും നല്ലത്. ഇന്ന് റെസിപ്പി തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ഡോക്ടേഴ്സൊക്കെ ഇവിടെ വന്നപ്പോഴത്തേനും ഉപദേശിച്ചായിരുന്നു പച്ചക്കറി തിന്നണമെന്നേ. കേക്കും എന്നല്ലാതെ നമ്മൾ എന്നാന്ന് വെച്ചാൽ ഇതിലേ കൂടെ കേട്ടേച്ചോ പച്ചക്കറി അല്ല തിന്നാന്നൊക്കെ ചിലപ്പം ഇതുവഴി പോകുന്ന വഴി നമ്മുടെ മനസ്സിനകത്തോട്ടൊന്ന് കയറ്റും. പക്ഷേ എന്നാന്ന് വെച്ചാൽ അത് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോഴത്തെ ചെവിയെ കൂടെ അങ്ങ് കളയുവേ. പക്ഷെ ഇന്ന് ഞാൻ എന്നാ ചെയ്യാന്നറിയുന്നു, ഫോഴ്സ്ഡായിട്ട് ഞാൻ പച്ചക്കറി കഴിച്ചേ ഓക്കത്തുള്ളൂ വിത്ത് ചിക്കൻ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഡിഷാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പച്ചക്കറി നമ്മുടെ വയറ്റിനകത്ത് പോവും, അതുമാത്രമല്ല ചിക്കൻ ഒട്ട് കഴിക്കുകയും ചെയ്യാം. എന്നത്തിനല്ലേ അങ്ങനെ ഒന്ന് കളയാന്നേ. അതുകൊണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ വിത്ത് ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്നാന്നൊക്കെ ഒന്ന് പറഞ്ഞാലല്ലേ ഒക്കത്തുള്ളൂ. അപ്പോൾ പച്ചക്കറി എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി മെനക്കെട്ട പരിപാടിയൊന്നുമില്ല, ഒരു ഇച്ചി അത് വേണമല്ലോ. നമ്മുടെ ഹെൽത്തും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി പാടുപെട്ടാലല്ലേ നമുക്ക് നല്ല ഹെൽത്തി ഒരു എന്താ പറയുക ഒരു ആരോഗ്യമൊക്കെ നല്ലതായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്നാക്കിയൊന്ന് നോക്കണ്ടേ. ഇതിപ്പോൾ എന്നാന്നോ 1 കിലോ ചിക്കനാ. ഇപ്പം നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ എന്നാലും ഇതൊരു വെറൈറ്റി ആയിരിക്കും കേട്ടോ മിഡിൽ ഓഫ് ദി ടേബിൾ വെക്കുമ്പോൾ. ഇത് 1 കിലോ ചിക്കനാ. ഞാൻ എപ്പോഴും മുറിക്കുന്ന പോലെ കുഞ്ഞു കുഞ്ഞായിട്ടേ മുറിച്ചിട്ടുള്ളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് ചതച്ചതായാലും കുഴപ്പമില്ല, പൊടിയായാലും കുഴപ്പമില്ല. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക. ഇപ്രാവശ്യം പെരിഞ്ജീരകമല്ല സാദാ ജീരകമാണേ. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി എടുക്കുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കും, പക്ഷെ എന്ത് ചെയ്യാനല്ലേ രുചി കിട്ടണമെങ്കിൽ ഇച്ചിരി ചെറിയ ഉള്ളി, അതുകൊണ്ട് ഒരു 5 ചെറിയ ഉള്ളി എടുത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണേ. പിന്നെ കുറച്ച് വിനാഗിരി, പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണം. പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് കറിവേപ്പിലയാണ്. അത് ഈ പറഞ്ഞ കൂട്ട് എന്നാന്നറിയോ, നാടൻ വിഭവങ്ങളല്ലേ. പക്ഷേ വെജിറ്റബിളൊക്കെ പുഴുങ്ങി വെച്ച് ബോയിൽ ചെയ്ത് വെച്ച് വെച്ചാൽ അത് അലങ്കരിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാടനാന്ന് പറയുകയില്ല. എന്നാലും ഇച്ചിരി ഇറച്ചിക്കറിയൊക്കെ വെക്കുവാന്നേലും ഇതൊരു ഇച്ചിരി ഇല്ലെങ്കിൽ ഒക്കുകയില്ല. ഇതെത്രയാണ് നമുക്ക് പെരട്ടാൻ വേണ്ടിയുള്ള സാധനങ്ങൾ. ഇനി ഗ്രേവിക്കാണെങ്കിൽ ഒത്തിരി ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ എന്നാക്കെയാ പച്ചക്കറിയാ ഉള്ളത്, അല്ല നമുക്ക് എന്നാക്ക പച്ചക്കറിയാ കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്ന് വെച്ച് അതനുസരിച്ച് എടുത്തേച്ചാൽ മതി. ഇവിടെ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ബീൻസ്. ഇതങ്ങ് തനിയെ വേവിച്ചല്ല, ഇറച്ചിക്കകത്തിടുകയല്ല, സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പുഴുങ്ങി എടുത്ത് വെച്ചേക്കുക, ഇച്ചിരി ഉപ്പിട്ടേച്ച്. പിന്നെ കുറച്ച് കോളിഫ്ലവർ. ഇതിപ്പോൾ ഈ എന്നാ പറയുന്നത് ഈ ഒരു രീതിയിൽ തന്നെ അരിയണമെന്നില്ല. നമുക്ക് വല്ല എന്നാ പറയുന്നത് ഒത്തിരി കലാബോധമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു ഷേപ്പൊക്കെ കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ക്യാരറ്റ്. എൻ്റെ ഫ്രിഡ്ജിൽ ഇപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്യാബേജ് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ സ്ക്വയർ പീസസ് ആയിട്ട് ഇട്ടേച്ചാൽ മതി. ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർക്ക് ക്യാപ്സിക്കം ഇടാം, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന വെജിറ്റബിളേ പാടുള്ളൂ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്നാന്ന് വെച്ചാൽ അരിഞ്ഞു. പിന്നെ ഇതിനകത്തോട്ട് വേണ്ടിയത് കുറച്ച് ഉള്ളിയാണ്. ഈ ഉള്ളി എന്നതിനാണെന്നറിയോ, നമ്മൾ ചിക്കൻ വേവിച്ചേച്ച് ഈ ഉള്ളി ഇട്ടേച്ച് അതിൻ്റെ ആ ഒരു എന്നാ പറയുന്ന ഒരു ഗ്രേവി ആക്കി എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഇതൊരു 3 മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളക്. പിന്നെ നാടൻ നമ്മുടെ ചിക്കൻ കറിയാന്ന് പറഞ്ഞില്ലേ, അപ്പം പിന്നെ കടുകും കറിവേപ്പിലയും ഇല്ലാത്ത എന്നാ കറിയാ അല്ലേ. വെളിച്ചെണ്ണയാന്നു പിന്നെ വേണ്ടിയേ. പിന്നെ അതല്ല നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഈ പറയുന്ന റെസിപ്പീസിലൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്നു. പിന്നെ അതല്ല ചിലരൊന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കുകയില്ല. അന്നേരം ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് മതി. അപ്പം അതിന് നിർബന്ധമായിട്ട് ഇങ്ങനെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാവുള്ളൂ എന്നൊന്നും ഞാൻ പറയുകയില്ല. ഇനി അടുത്ത എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തോട്ട് ഇടണം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ചിക്കൻ വേവാൻ വെക്കണം. മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയൊന്നും വേണ്ട, നമുക്ക് ഇത് വേവാനിടണം. അപ്പോൾ ആദ്യം നമുക്ക് എന്നാ ചെയ്യണം, ഫസ്റ്റ് മഞ്ഞൾപ്പൊടിയിൽ നിന്ന് തന്നെ തുടങ്ങാവേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് മുളക് പൊടിയാണ്. പിന്നെ മല്ലിപ്പൊടിയാണ്. ഇതേപോലെ തന്നെ 4 ടീസ്പൂൺ. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ 1 കഷ്ണം പട്ട മതി.
പിന്നെ ഗ്രാമ്പു ഒരു എന്നാ പറയുന്ന ഒരു 7 എണ്ണം എടുത്തു. പിന്നെ ആണെങ്കിൽ ഒരു ഇച്ചിരി ഏലക്ക, പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ജീരകം എന്ന് പറയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തേച്ചാൽ മതി. നമുക്കിനി ഇച്ചിരി ഉള്ളിയും കൂടെ ചേർത്തേച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് മഷി പോലെ അരച്ചെടുക്കാം. ഉള്ളിയാണെങ്കിൽ ഒരു 5 എണ്ണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വിനാഗിരി, ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം. വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിനി ഇത് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ പാൻ എടുത്തേച്ച്, ഇപ്പം ഞാൻ നല്ലതായിട്ട് മഷി പോലെ അരച്ചിട്ടുണ്ട് കേട്ടോ. അതേ കൂട്ട് തന്നെ അരച്ചെടുത്തേച്ച് ഈ ചിക്കൻ ഇതിനകത്തോട്ട് നമ്മൾ ഇടുക. ചിക്കൻ ഇട്ടേച്ച് ഇതിനകത്തോട്ട് 1 സ്പൂൺ ഇഞ്ചി, അതേപോലെ തന്നെയാ നമ്മുടെ വെളുത്തുള്ളി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പ്. നമുക്ക് അടുപ്പ് കത്തിച്ചേച്ച് ഇത് അങ്ങോട്ട് വേവാൻ വെക്കാം. ചിക്കൻ വേവാൻ ഒരു ഇച്ചിരി നേരമൊക്കെ എടുക്കും. എന്നാലേ നമുക്ക് ചിക്കനൊക്കെ, ഇനി ചിക്കനും കൂടെ ആവണം, പിന്നെ 2-3 കാര്യങ്ങളും കൂടെ ഒക്കെ ആവാനില്ലേ. ഒരു ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞു എന്നാൽ ഞാൻ ഈ ചിക്കൻ നല്ലതായിട്ട് വേവിച്ച് വെക്കാം. നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ നല്ലതായിട്ട് വെന്തു, അതിനകത്ത് കുറച്ച് ചാറും ഉണ്ട്. ഇതിനകത്തോട് കുറച്ച് എണ്ണ ഒഴിക്കണേ. ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി കടുക് ഇടാൻ പോവാന്നേ. കടുക് പൊട്ടി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ സവാള അരിഞ്ഞു വെച്ചേക്കുന്ന ഇടുക. ഉള്ളി ഇച്ചിരി നല്ലതായിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കണ്ണ് നീറുന്ന ആ ഒരു പരുവമൊക്കെ ഒന്ന് മാറ്റി കിട്ടണേ. അത് തന്നെയാണ് നമ്മുടെ ഉള്ളി വഴറ്റുന്ന പരുവം. പിന്നെ ആണെങ്കിൽ ഇതും കൂടി ഇട്ട് നല്ലൊന്ന് പെരണ്ട് വരണ്ടേ, ആ ഒരു അവസ്ഥയാണ് നമുക്ക് വേണ്ടിയത്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ഈ ചിക്കൻ അങ്ങ് ഇടുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചേച്ച് ഈ അരപ്പ് അങ്ങോട്ട് മൊത്തം ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇടും. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. എന്നാന്ന് വെച്ചാൽ ഒരു തിക്ക് ഗ്രേവി നമുക്ക് വേണേ, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പാനിനകത്ത് ഇതെല്ലാം ഇട്ടേക്കുക. പക്ഷെ എന്നാന്നോ, ചിക്കൻ ഇടുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മളൊരു കുഴിവുള്ള പാനിനകത്ത് വെച്ച് വെച്ച് നമ്മൾ നേരത്തെ വേവിച്ചില്ലേ, ആ പാനിലോട്ട് തന്നെ മാറ്റി വെച്ചാൽ അടച്ചിടുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഇട്ട ഉള്ളിയും ആ കറിവേപ്പിലയുടെ ഫ്ലേവർ ഒന്നും ഇങ്ങനെ എന്നാ പറയുന്നത്, ആ മണമൊന്നും പുറത്ത് പോകാതെ അതിനകത്ത് തന്നെ ഇരിക്കും. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ആക്കാൻ പോവാണേ. ഇനി ഇത് ചെറിയ തീയിലിരുന്നേച്ച് ആ ചിക്കനും ഉള്ളിയൊക്കെ ഒന്ന് പിടിച്ച കറിവേപ്പിലയുടെ മണമൊക്കെ വരുമ്പോണ്ടല്ലോ ഒരു നല്ല ഫ്ലേവറാണ് വരാൻ പോകുന്നത്. ആ സമയം നമുക്ക് എങ്ങനെയാ വൈൻ ഇടുന്നതെന്ന് അറിയണ്ടേ? അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ വൈൻ ഇടാൻ പോകുന്നത് എന്നാ പറയുന്നത്, കുപ്പിയിലൊന്നുമല്ല, നമ്മുടെ അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്ന പോലെ നല്ല ഭരണിയിലാണ് ഇടാൻ പോകുന്നത്. പക്ഷേ ഈ വൈൻ ഇടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു ദിവസത്തെ പരിപാടിയാ. പക്ഷേ ഞാൻ ഇച്ചിരി താമസിച്ചാണ് പറഞ്ഞു തരുന്നത്. എന്നാലും വേണ്ടിയല്ല, 22 ദിവസമൊക്കെ കഴിഞ്ഞേച്ച് വേണം ഇതൊക്കെ എടുക്കാൻ. പക്ഷെ എന്നാലും ഇൻസ്റ്റൻറ്റ് വൈൻ ഇടാൻ നോക്കും. പക്ഷേ ഇത് നമ്മൾ ഇച്ചിരി എന്നാന്ന് പറയും, ഇതിങ്ങനെ ഇട്ട് വെക്കുന്ന വൈനാണെങ്കിൽ ഇച്ചിരി ഫെർമെൻറ്റ് ചെയ്യുന്ന മാത്രമല്ല നല്ലൊരു എന്നാ പറയുന്നത്, ആ ഒരു നമ്മൾ വൈനൊക്കെ കുടിക്കുമ്പോൾ ഒരു എന്നാ ഒരു ടേസ്റ്റ് വരികയില്ലേ, ആ സാധനം ഇതിനകത്ത് വരും. ഇപ്പോൾ 1/2 കിലോ മുന്തിരിങ്ങയാണ് ഞാനിപ്പം വൈനായിട്ട് ഇടാൻ പോകുന്നത്. ഇതിപ്പോൾ 1/2 കിലോ നല്ല കറുത്ത മുന്തിരിങ്ങ, അത് മധുരം ഉണ്ടോ എന്ന് നോക്കിയേച്ച് വേണം. ഇച്ചിരി പുളിയും ഇച്ചിരി മധുരവും നോക്കി അങ്ങനെ ഉള്ള മുന്തിരിങ്ങായ എടുക്കണ്ടേ. ഒരു 1/2 കിലോ മുന്തിരിങ്ങയ്ക്ക് ഒരു 750 ഗ്രാം പഞ്ചസാരയാണ് വേണ്ടിയത്. പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് ഒരു മുട്ടയുടെ വെള്ള എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പതപ്പിച്ചേച്ച് വേണം
അത് ചേർക്കാൻ. അത് 1/2 കിലോയ്ക്കാണെങ്കിൽ ഒരു മുട്ടയുടെ മുഴുവൻ വെള്ളം തന്നെ വേണ്ട, അതിൻ്റെ ഒരു പകുതി മതി. ഇനിയിപ്പോൾ വേണ്ടി എന്നാ നമുക്ക് കുറച്ച് ഈസ്റ്റാണ് വേണ്ടിയേ. അത് എന്നാന്ന് വെച്ചാൽ ഫെർമെൻറ്റ് ചെയ്യാനാണ് നമ്മളിത് ഇടുന്നേ. അന്നേരം ഒരു ഇച്ചിരി. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഗോതമ്പ് ഒരു എന്നാ പറഞ്ഞാൽ പിടിക്കണക്കാക്കി വെച്ചാൽ മതിയേ. ആ പിടിക്കണക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭരണിയിൽ ഇടുമ്പോഴത്തേന് ലെയറായിട്ടാണ് ഇടുന്നത്. അന്നേരം പിന്നെ ഒരു 100 ഗ്രാമൊക്കെ മേടിച്ചു. പിന്നെ വേണ്ടിയതെന്ന് വെച്ചാൽ തിളപ്പിച്ചാറിച്ച് വെള്ളം തന്നെ വേണം, പച്ചവെള്ളം എടുത്ത് ഒഴിച്ചേക്കരുത്. ഇത്രയും മാത്രമേ ഉള്ളൂ പറയാൻ. ഇനിയിപ്പോൾ ഈ മുന്തിരിങ്ങ എടുത്തിട്ട് വലിയ മെനക്കേടൊന്നും ചെയ്യേണ്ട. നമുക്കിതിനെ ഞെട്ടോടെ തന്നെ നമുക്ക് അതിനെ ഈ പറഞ്ഞ പോലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയേച്ച് വേണം ഭരണിയിലോട്ടിടാൻ. ഇത് ശരിക്കും ഉണ്ടല്ലോ മുന്തിരിങ്ങയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഞെട്ടോട് കൂടിയൊക്കെ ആണെങ്കിൽ, പക്ഷേ ഇടയിലൊന്നും ഇരിക്കുന്നതൊന്നും ചിലപ്പോൾ നമുക്ക് ഞെട്ടോടൊന്നും എടുക്കാൻ ഒക്കുകയില്ലായിരിക്കും. അന്നേരം അതൊക്കെ ഇങ്ങോട്ട് പറിച്ചിട്ട് വെച്ചാൽ മതി. എന്ന് വെച്ചുണ്ടല്ലോ ഒരു ടവലിലോട്ട് ഇട്ടിട്ട് നമ്മുടെ ഈ മുന്തിരിങ്ങ എന്നാ ചെയ്യണം, ഒട്ടും വെള്ളമില്ലാത്ത പോലെ അങ്ങ് ഡ്രൈ ചെയ്യണേ. എന്നിട്ട് അതേപോലെ തന്നെയാണ് ഭരണിയും ചെയ്യണ്ടേ. നല്ല കഴുകി തുടച്ചേച്ച് അതിന് ഒട്ടും വെള്ളം അതിൻ്റെ ഉള്ളിൽ പാടില്ല. എന്നാന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മുന്തിരിങ്ങ വൈനങ്ങ് പൂത്തുപോകും. അന്നേരം അതൊന്നും വേണ്ട. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലെയർ നമ്മൾ മുന്തിരിങ്ങ ഭരണിയുടെ അകത്തോട് ഇടുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പഞ്ചസാര. ഇനി എന്നാന്ന് വെച്ചാൽ അടുത്ത ലെയർ മുന്തിരിങ്ങ ഇടണം. അതിൻ്റെ പുറത്തോട്ടാന്നേൽ കുറച്ച് പഞ്ചസാര. പിന്നെ ഇതിൻ്റെ പുറത്താന്നു ഒരു പിടി ഗോതമ്പ്. ഇനിയിപ്പോൾ എനിക്ക് ഏകദേശം ഈ കുഞ്ഞു ഭരണി ആയതുകൊണ്ട് ഏകദേശം മിഡിൽ ലെയറിലോളം ഞാൻ മുന്തിരിങ്ങ ഇട്ടതായി. ഇനി ഇതിന് മിഡിലായിട്ട് നമുക്ക് കുറച്ച് ഈസ്റ്റ്. ഞാനതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ടാന്നു നമ്മുടെ മുട്ടയുടെ വെള്ളയില്ലേ അതങ്ങോട്ട് അടിച്ചൊഴിക്കണം. മുഴുവൻ വേണ്ട, ഇതിൻ്റെ നേരെ പകുതി മതി. ഇനി ഇതിനകത്തോട്ടാന്നു നമ്മൾ എന്നാ പറയുന്നത് നമ്മുടെ തിളപ്പിച്ചാർച്ച വെള്ളം. ഇതെന്നെ എത്ര അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടേക്കുന്നില്ലേ മുന്തിരിങ്ങ, ആ മുന്തിരിങ്ങയ്ക്കകത്തോട്ട് നികത്തി വെള്ളം ഒഴിക്കണം. ഇത്രയേ ഉള്ളൂ. നികത്തി വെള്ളം ഒഴിച്ചേച്ച് 3 ദിവസം കൂടുന്തോറും നമുക്ക് 3ാമത്തെ ദിവസം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നല്ല എന്നാ ഒരു തുണിയൊക്കെ വെച്ച് കെട്ടി. പിന്നെ ആരും ഇതിനകത്ത് അങ്ങോട്ട് തൊടരുത്. തിളപ്പിച്ചാർച്ച വെള്ളം തന്നെ വേണം. ചൂടുവെള്ളം ഒഴിക്കരുത്, തണുത്ത വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് 22ാമത്തെ ദിവസം എന്നാ ചെയ്യണമെന്നറിയാവോ, ഇതെടുത്തേച്ച് നല്ലതായിട്ടൊന്ന് അരിക്കണം. പക്ഷേ നമ്മുടെ മുന്തിരിങ്ങായുടെ തൊലിയും എല്ലാം ഉണ്ടല്ലോ, അന്നേരം ഈ മുന്തിരിങ്ങായുടെ നിറം മാത്രമേ അതിനകത്ത് വരത്തുള്ളൂ. ഇനി 2 ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ പഞ്ചസാര കരിച്ചിനകത്ത് ഒഴിക്കണം. അതായത് ആ മുന്തിരിങ്ങ അരിച്ചെടുത്തതിന് ശേഷം പഞ്ചസാര എത്രയാണ് നമുക്ക് കളർ വേണ്ടതെന്ന് വെച്ചാൽ അത് ഒഴിക്കുക. ഇനിയിപ്പോൾ എന്തായാലും കെട്ടി വെച്ചിട്ട് ഇത് ഇപ്പം ഇട്ട വൈൻ ഞാൻ 22ാമത്തെ ദിവസമേ തുറക്കത്തുള്ളൂ. ഇപ്പം നേരത്തെ ഇട്ട് വെച്ച വൈൻ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അതാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ വൈൻ ഇടാനുള്ള കാര്യമെല്ലാം പറഞ്ഞു. 22ാമത്തെ ദിവസം ഇനി എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. പക്ഷെ ഇപ്പം ഞാൻ ഇട്ട് വെച്ചേക്കുന്ന ഈ വൈനില്ലേ, ഇതിങ്ങനെ വെച്ചാൽ ഒക്കെയല്ലോ. ഒരു തുണി വെച്ച് കെട്ടി വെച്ച് അതിൻ്റെ പുറത്തായ ഭരണിയുടെ അടപ്പൊക്കെ അടച്ചു വെക്കണ്ടേ. അതിന് ഇച്ചിരി ജോലിയുണ്ട്. ഞാനിതൊന്ന് സുരക്ഷിതമായിട്ട് കൊണ്ട് അടച്ചു വെച്ചേച്ച് വരാം. വൈനൊക്കെ ഞാൻ എൻ്റെ ഒരു അടുക്കളയുടെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ 3 ദിവസം കഴിഞ്ഞേച്ച് ഒന്ന് ഇളക്കി വെച്ച് പിന്നെ അങ്ങ് കെട്ടി കഴിഞ്ഞാൽ 22ാമത്തെ ദിവസമേ ഞാൻ അത് തുറക്കത്തുള്ളൂ. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ നമ്മൾ ഇന്ന് സ്പെഷ്യലൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ചിക്കൻ ഉണ്ട്, വൈനുണ്ട്, പിന്നെ ആണെങ്കിൽ ഞാനൊരു സ്പെഷ്യൽ കേക്കാണ്. പിന്നെ ആണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാൻ പോകുന്ന വട്ടയപ്പ. ഈ വട്ടയപ്പം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അപ്പായുടെ ബ്രദറിൻ്റെ വൈഫ് വത്സ്മാൻഡിയാണ് എനിക്കിത് പഠിപ്പിച്ചത്. ശരിക്കും ഈ ചിക്കനും വട്ടയപ്പവും കൂടെ ഉണ്ടല്ലോ, ശരിക്കും നല്ല കോമ്പിനേഷനാണ്. അതായത് വട്ടയപ്പം നമുക്കറിയാം ബേസിക്കലി അത് ഇച്ചിരി മധുരമുള്ള സാധനമാണ്. അതിനോട് ഇച്ചിരി എരിവുള്ളൊരു ചിക്കനൊക്കെ തിന്നുവാന്നേൽ എന്നാ ടേസ്റ്റാണെന്നറിയാവോ. അതൊന്ന് ട്രൈ ചെയ്യണം. എന്നാന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ കയറുമ്പോൾ വത്സാൻഡിക്ക് ആ കംപ്ലീറ്റ് ഡ്യൂട്ടി എന്നാ വട്ടയപ്പം ഉണ്ടാക്കി തരാം. ഞങ്ങൾ ആരും ഉണ്ടാക്കിയാലും ഉണ്ടല്ലോ അത്രയൊന്നും നോക്കുകയില്ല. ഞാൻ എന്നാൽ ഈ വട്ടയപ്പം കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ക്രിസ്മസിൻ്റെ ബഹളം കൊണ്ട് ഇന്ന് നമ്മുടെ ക്രിസ്മസിന് ആരാ ഗസ്റ്റ് വരുന്നത് എന്ന് പോലും ഞാനൊന്നും പറഞ്ഞില്ല. ശരിക്കും ആനീസ് കിച്ചൻ അഭിമാനം എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ പ്രേക്ഷകർക്കും അഭിമാനിക്കാം കേട്ടോ. ആനീസ് കിച്ചണിൽ ഇന്ന് വരാൻ പോകുന്നത് നമ്മുടെ സ്പീക്കർ എൻ ശക്തൻ സാറും വൈഫും കൂടിയാണ് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരുന്നത്. എന്നാ സന്തോഷമല്ലേ നമ്മുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കുന്ന സാറാ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം.
നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇച്ചിരി സിമ്മിലല്ലേ ഇട്ടേക്കുന്നത്, നമ്മൾ ആ പുഴുങ്ങി വെച്ചേക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതും കൂടെ ഈ സമയത്ത് ഇച്ചിരി ചേർത്ത് കൊടുക്കണം. ഒത്തിരി ഒന്നും ചേർക്കണ്ട. അതിന് ഇച്ചിരി അലങ്കരിക്കാനൊക്കെ നമ്മുടെ പാത്രത്തിൽ ഇച്ചിരി അലങ്കരിക്കാനൊക്കെ വെക്കണ്ടായോ, അന്നേരം പിന്നെ ഇച്ചിരി ഇട്ടേച്ചാൽ മതി. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞ് ഇനി എന്നാന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഒന്ന് എന്നാ പറയുക, ആ ഒരു ആവി കയറിയേച്ചാൽ മതി, അത്രയും മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനിവിടെ മാറ്റി വെച്ച് കേക്ക് ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ എടുത്ത് വെക്കണ്ടേ. ഇനി ഈ സ്പെഷ്യൽ കേക്കാട്ടോ, അന്നേരം അതിന് പിന്നെ മറന്നുപോയി പിടിച്ചു എന്നൊന്നും പറയാൻ പാടില്ല, എഴുതി ഇപ്പം എടുത്തോണം. ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഇല്ലേ, ആ ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഈ ബിസ്ക്കറ്റ് കുറച്ച് എന്നാ പറയുന്നത് ഈ ഒരു ഷേപ്പിന്, അതായത് ഒരു ബിസ്ക്കറ്റിനെ ഒരു 6 മുറിച്ച് വെച്ചേക്കുന്നതാ. ഇത് ഒരു 600 ഗ്രാം, അതായത് ഒരു 4 ബിസ്ക്കറ്റോളം വരും. കുറച്ച് ബദാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ആയത് ഇതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ എന്നാന്ന് വെച്ചാൽ കുറച്ച് പിസ്ത. പിന്നെ എന്നാ വേണ്ടിയെന്ന് അറിയാവോ, ഇച്ചിരി ക്രീമാ, ഫ്രഷ് ക്രീമാ. പിന്നെ ഇതാണെങ്കിൽ കുറച്ച് സിൽക്കിൻ്റെ ഡയറി മിൽക്കാ, ഒരു 2 ഡയറി മിൽക്ക് ചെയ്തതായത്. പിന്നെ കുറച്ച് പഞ്ചസാര വേണം. പിന്നെ കുറച്ച് വാനില എസൻസ്. പിന്നെ വേണ്ടിയത് കുറച്ച് ബട്ടർ എന്നാന്നോ, നമ്മൾ ഒരു 100 ഗ്രാം ബട്ടർ മേടിക്കല്ലേ, അപ്പോൾ അതിൻ്റെ 1.5 ബട്ടർ ആവശ്യം. പിന്നെ 1 കപ്പ് കൊക്കോ പൗഡർ. പിന്നെ എൻ്റെ കയ്യിൽ ഇച്ചിരി കറുത്ത മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, അതുകൂടെ ഇച്ചിരി ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്നറിയോ, ആദ്യം നമുക്കൊരു മെഷർമെൻറ്റ് കപ്പ് മേടിക്കണേ. കപ്പ് എന്ന് പറയുന്നതാണ്, ഞാൻ ശരിക്കും നമ്മൾ ഓരോരുത്തർ ഓരോ കപ്പിൻ്റെ അളവൊക്കെ പറയുകയല്ലേ, അന്നേരം എടുക്കുന്ന കപ്പിൻ്റെ അളവാ ഇതാ ആ കപ്പ് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. അതിന് നമ്മൾ എന്നാ ചെയ്യണമെന്നറിയാവോ, ആദ്യം 1 കപ്പ് പഞ്ചസാര എടുക്കണം. 1 കപ്പ് പഞ്ചസാര നമ്മളൊരു പാനിലേക്ക് ഇട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ ചോക്ലേറ്റ് ഇല്ലേ, അതായത് 1 കപ്പ് ചോക്ലേറ്റ് പൗഡർ ആയത് അതിനകത്തിടണം. പിന്നെ എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത പഞ്ചസാര എടുത്തില്ലേ, ആ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം ഒഴിക്കണം. 1 കപ്പ് വെള്ളം ഇതിനകത്തോട് ഒഴിച്ച് വെച്ച് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നമുക്കൊരു 1.5 കപ്പല്ല, ഈ പറഞ്ഞ കൂട്ട് ഞാൻ പറഞ്ഞല്ലോ 1.5 ബട്ടറും കൂടെ ഇതിനകത്തോട്ട് ചേർത്തേച്ച് നമുക്കതൊന്ന് ചൂടാക്കണം എന്ന് പറഞ്ഞാൽ ഒത്തിരി അല്ല, ചൂടാക്കുന്നത് പറഞ്ഞാൽ ഇച്ചിരി തിളച്ചേച്ച് ഈ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി അതുമായിട്ടൊന്ന് ചേരുന്ന സമയം. ഇതിപ്പോൾ ഇവിടെ എന്നാ ചെയ്യുന്നത്, ഞാൻ നല്ലതായിട്ട് ഉരുകാനായിട്ട് വെച്ചേക്കുക. ആ സമയത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൻ കത്തിച്ച് വെച്ച് നമ്മുടെ നട്ട്സ് എല്ലാം കൂടെ ഒന്ന് എന്നാ പറയുന്നത്, ബട്ടർ ഒന്നും ഇടരുത്, ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ നട്ട്സൊക്കെ മൂത്ത് വരുന്നതിൻ്റെ നല്ലൊരു മണമൊക്കെ ഉണ്ട്. അന്നേരം അതങ്ങ് ഞാൻ ഓഫ് ചെയ്തേച്ച് നമുക്ക് ഈ പാനെ തന്നെ അങ്ങ് വെച്ചേക്കാവേ. ഈ സമയത്ത് നമ്മുടെ ഈ ചോക്ലേറ്റ് ആണെങ്കിൽ നല്ല തിളച്ച് അതിങ്ങനെ കുറുകുക. ആ സമയത്ത് എന്നാ ചെയ്യണമെന്ന് അറിയാവോ, നമുക്ക് കുറച്ച് എസൻസ് ഇല്ലേ, വാനില എസൻസ് അതിന് വേണ്ടിയേ, അതൊരു സ്പൂൺ. ഇനി എന്നാന്നറിയാവോ, ഒരു ഇതിന് ഓഫ് ചെയ്തേച്ച് ആ ചൂടോടെ നമുക്ക് ബിസ്ക്കറ്റിനകത്തോട്ട് മിക്സ് ചെയ്യാൻ ഒക്കത്തില്ല, അതൊരു ഇച്ചിരി ഒന്ന് ആറണം. അപ്പം ആറാൻ വേണ്ടിയിട്ട് എന്നാ ചെയ്യണം, നമുക്കിത് മാറ്റി വെച്ചേച്ച് അടുത്ത ഒരു എന്നാ പറയുന്നില്ലേ മേളിലിടാനൊരു ഐസിങ് ലെയറാണ്. അതിന് വേണ്ടിയിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പം നമുക്കിത് മാറ്റി വെച്ചേച്ച് ഇനി അതിൻ്റെ ഐസിങ് നമുക്ക് ചെയ്യണം. അതിനൊരു നമുക്ക് പാൻ എടുത്ത് നമ്മുടെ എന്നാ പറയുന്നത് ക്രീമും ചോക്ലേറ്റും ഒക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിനകത്തോട്ട് നമ്മുടെ ക്രീം ഇടണം. ഫ്രഷ് ക്രീം ഒരു ഇച്ചിരി അങ്ങോട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ചോക്ലേറ്റ് ഇല്ലേ, ഇനി ചോക്ലേറ്റ് മൊത്തം നമ്മുടെ ഈ എന്നാ പറയുന്നത് ഫ്രഷ് ക്രീമിനകത്തോട്ട് മിക്സ് ആവണം. ഇതെന്തായാലും ഇവിടെ ചൂടാവട്ടെ. ആ സമയം നമുക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാവോ, ഒരു ഇച്ചിരി വലിയ പാത്രം എടുത്തോണം. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ ചേർക്കാനുള്ളതൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഇളക്കാനും ഒക്കെ ആയിട്ട് ഇച്ചിരി വീതിയും വിസ്താരവും ഒക്കെ കിട്ടിയാലേ ഒക്കത്തുള്ളൂ. ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ബേസിനകത്തോട്ട് ഫുൾ ബിസ്ക്കറ്റിനകത്ത് ഇടുക.
ബിസ്ക്കറ്റ് ഇട്ടേച്ചും ഇതിനകത്തൊരു ഇച്ചിരി എന്നാന്ന് വെച്ചാൽ 3/4 പോർഷൻ നട്ട്സും കൂടെ ഇതിനകത്തോട്ട് ഇടണം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് നല്ലതായിട്ട് ഉരുകി കഴിഞ്ഞ് ഇനി എന്നാന്ന് വെച്ചാൽ അതങ്ങ് ഓഫ് ചെയ്യുക. അതായത് നമ്മുടെ ഫ്രഷ് ക്രീമും ചോക്ലേറ്റും കൂടെ ഇട്ടു. ഇനിയിപ്പം നമ്മൾ ആറാം വെച്ചേക്കുന്ന നമ്മുടെ ആ ആദ്യം ഉരുക്കിയ ചോക്ലേറ്റും പഞ്ചസാരയും വെള്ളവും എസൻസും കൂടെ ഇച്ചിരി ചൂടോടെ, ഒത്തിരി ചൂടല്ല, ഒരു വാമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റിലേക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ ബിസ്ക്കറ്റ് ഫുൾ നമ്മുടെ ചോക്ലേറ്റിൽ കോട്ടഡ് ആയി. ഇനി എന്നാ ചെയ്തേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡീമോൾഡ് ചെയ്യുന്ന ഒരു കേക്ക് ടിൻ, അതായത് ഇതേപോലത്തെ ഈ ഡിമോൾഡിങ് കേക്ക് ടിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനകത്ത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു ലോക്ക് ഉണ്ടാവും, അറിയാം, ഇപ്പം എല്ലാവരുടെ കയ്യിലും ഇതുള്ളതാ. അന്നേരം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ ഒക്കും. അങ്ങനെ ഇത് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ പ്ലേറ്റ് വെച്ചേച്ച് ഇച്ചിരി ബട്ടർ അങ്ങോട്ട് തൂക്കുക. ഇതിനകത്തോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബിസ്ക്കറ്റ് മുഴുവനും ഇതിനകത്തിടണം. ഇടുമ്പോൾ എല്ലാം ഇത് ലെവൽ ചെയ്ത് തന്നെ പോകണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇടയിലൊക്കെ ഗ്യാപ്പ് വരും. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇനി ഇച്ചിരി പണിയുള്ളത് എന്നാന്നോ, നമ്മളിത് അങ്ങോട്ട് ലെവൽ ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി അമക്കി വേണം ലെവൽ ചെയ്യാനേ. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ഉരുക്കി വെച്ചേക്കുന്ന ചോക്ലേറ്റ് ഇല്ലേ, അത് ചേർക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ നമ്മൾ കുറച്ച് നട്ട്സ്, അതാന്നേൽ ഇതിൻ്റെ ചുറ്റും അങ്ങിട്ടേച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേക്ക്ലെസ് കേക്ക് എന്ന് പറയുന്ന സാധനം. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ, ഇത് നേരെ ഫ്രിഡ്ജിൽ വെക്കുക. അറ്റ്ലീസ്റ്റ് മിനിമം 4 hours എങ്കിലും ഇരുന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് സെറ്റ് ആവത്തുള്ളൂ. അല്ല 4 hours അല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതൊന്ന് ഫ്രീസ് ആയിട്ട് സെറ്റ് ആവണം. അപ്പോൾ പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു കുറച്ച് സമയം വെച്ചേച്ച് താഴത്തോട്ട് വെച്ചേച്ചാൽ മതി. ഇപ്പം എന്തായാലും ഞാൻ എൻ്റെ ബേക്ക്ലെസ് കേക്ക് ഞാൻ എന്തായാലും ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാം. നമ്മളിവിടെ ഇപ്പം എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. ഇനി എന്നാന്ന് വെച്ചാൽ നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്യണം. ഓരോന്നായിട്ട് പ്ലേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് എന്നാ ചെയ്യേണ്ടേ, ചിക്കൻ അല്ലേ ചെയ്യണ്ടേ. ഇങ്ങനെ വെച്ചേച്ച് ഇത് നമ്മൾ നേരത്തെ എന്നാ പറഞ്ഞേ പുഴുങ്ങി വെച്ചേക്കുന്ന പച്ചക്കറി ഇതിനകത്തോട്ട് ഇട്ടായിരുന്നു കുറച്ച്. അത് കഴിഞ്ഞേച്ചുണ്ടല്ലോ ഇച്ചിരി കൂടെ സ്വാദ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാക്കി ഇച്ചിരി പച്ചക്കറി കാണുമല്ലോ, അതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി ബട്ടർ ഇട്ട് വെച്ച് ഒന്ന് എന്നാന്ന് പറയുക ടോസ്റ്റ് ചെയ്തൊന്ന് എടുത്തിട്ട് വെച്ചാൽ കുറച്ചുകൂടെ സ്വാദ് വരും. ഇനി ഇതാണ് നമ്മുടെ എന്നാ പറയുന്നത് ചിക്കൻ വെജിറ്റബിൾ കറി എന്ന് പറയുന്ന സാധനം ഇതാ. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച് കേക്കില്ലേ, അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുമല്ലേ, അന്നേരം നമുക്ക് ആ കേക്ക് ഇനി എടുത്തുകൊണ്ട് വരാം. ശരിക്കും നമ്മൾ ഡീമോൾഡ് ചെയ്യുന്ന ഒരു പാത്രത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ എന്നാ പറയുന്നത് ഒരു ചെറിയൊരു ഓവൻ പോലത്തെ പാത്രത്തിൽ ഇങ്ങനെ വട്ടത്തിൽ പാത്രത്തിൽ ചെയ്തേച്ച് മുറിച്ചെടുത്തേച്ചാൽ മതി. ഇതാകുമ്പോൾ മുറിക്കാൻ എളുപ്പം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി എന്നാ വേണ്ടേ, നമ്മുടെ വട്ടയപ്പം എടുക്കണം. ഞാൻ വട്ടയപ്പം ഉണ്ടാക്കി ഓവണിനകത്ത് തന്നെ വെച്ചേക്കാം. പക്ഷേ ഓവണിനകത്തല്ല വട്ടയപ്പം ഉണ്ടാക്കുന്ന അപ്പച്ചെമ്പിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാനത് ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് ചൂട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓവൺ വെച്ചേക്കാം. അതുകൂടെ എടുത്തോണ്ട് വരാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ചെറിയൊരു കുറവുണ്ട്. ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു വൈനുണ്ട്, അതും കൂടി ഇതിനകത്തോട്ട് സെർവ് ചെയ്താൽ ഒരു നമ്മുടെ ആനീസ് കിച്ചൻ്റെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഗ്ലാസ്സിനകത്ത് ആ വൈനും കൂടെ എടുത്തുകൊണ്ട് വരാം. വൈനൊക്കെ ആണെങ്കിൽ ശരിക്കും ഉണ്ടാക്കി വെച്ചുണ്ടല്ലോ തണുക്കാൻ ഇച്ചിരി ഫ്രിഡ്ജ് വെച്ചേക്കണം, എന്നാലും അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഗസ്റ്റ് വരേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. വി ആർ റെഡി ടു സെലിബ്രേറ്റ് ദ ക്രിസ്മസ് അല്ലേ. എന്തായാലും ഞാൻ ഈ വൈൻ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചേച്ച് വരാം.
നമസ്തേ സർ. നമസ്തേ. നമസ്തേ ചേച്ചി. വരണം. വിഷ് യു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ സർ. താങ്ക് യു. സെയിം ടു യു. താങ്ക് യു സർ. താങ്ക് യു. ഞാനിവിടെ ആനീസ് കിച്ചണിൽ ഒരു കുഞ്ഞ് ക്രിസ്മസ് സാറിനും ചേച്ചിക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അന്നേരം ആ ക്രിസ്മസ് ആയിട്ട് ഞങ്ങളോട് ആഘോഷിക്കുമ്പോഴത്തേക്കും സാറിന്റെ വിശേഷങ്ങളും അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അടുക്കള ഇങ്ങനെയൊക്കെ ക്രിസ്മസ് ആക്കി വെച്ചേക്കുന്നത്. ഒരു ക്രിസ്മസ് അറ്റ്മോസ്ഫിയർ ഒക്കെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് സാറിനൂടെ ആകുമ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻ അല്ലേ. മാത്രമല്ല ഒത്തിരി വിഭവങ്ങളൊക്കെ തരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇച്ചിരിയൊക്കെ ഉണ്ടാക്കിയുള്ളൂ. ഈ ക്രിസ്മസിന്റെ വിശേഷങ്ങളോടൊപ്പം സാറിന്റെ വിശേഷങ്ങളും ഞങ്ങൾക്ക് അറിയണം. പക്ഷെ ഇവിടെ നിന്ന് നോക്കുകയല്ലോ വരണം സർ. എന്തായാലും അടുക്കള കൊള്ളാം കേട്ടോ. താങ്ക് യു. ചേച്ചിക്ക് ഇഷ്ടമായോ ചേച്ചി? പിന്നെ ഭയങ്കര ഇഷ്ടമായി. വേണ്ട ചേച്ചി. നല്ല അടുക്കള. കിച്ചണിൽ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ വൈനാണ് സർ. താങ്ക് യു. കഴിച്ചു നോക്കണം സർ. അപ്പൊ വൈനും ഉണ്ടാക്കി. പിന്നെ ഞങ്ങളെല്ലാം എന്നെ വീട്ടമ്മമാരെല്ലാരും കൂടെ ചേർന്ന് വെച്ചുണ്ടാക്കിയ ചുമ്മാ ഞാനും എന്റെ പ്രേക്ഷകരും കൂടെ ചേർന്ന് ചെയ്തേക്കാം. 22 ദിവസം ഇങ്ങനെ നമ്മൾ ഭരണിയിലൊക്കെ കെട്ടിയിട്ടേച്ചുണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ചെയ്ത് വെച്ചേക്കുന്ന അതുകൊണ്ട് പ്യുവർ സാർ. കഴിച്ചു നോക്കണം. നല്ലതാണോ ചേച്ചി? നല്ല വൈനാണ്. ഓക്കെ. ഇതിന്റെ കൂടെ ഇഷ്ടമായോ സാർ? ഓക്കെ. ഇതിന്റെ കൂടെ എന്തായാലും ഇതിന്റെ സ്പെഷ്യൽ വട്ടയപ്പവും കുറച്ച് ഇറച്ചിക്കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതെല്ലാം എടുത്തോണ്ട് വന്നേച്ച് വർത്താനം പറയാം. കുറെ സമയം എടുത്തിരിക്കുമല്ലോ ഇതെല്ലാം ഉണ്ടാക്കാൻ. നേരെ എടുത്തു വെച്ചാൽ ഞങ്ങൾക്കൊരു അഭിമാനമല്ലേ സാർ ഞങ്ങളുടെ കിച്ചണിലേക്ക് വരുമ്പോ. അന്നേരം എന്നാ പറയുന്നത്, ഈസി ഗോയിങ് ഫുഡ് ഒന്നും ചെയ്യണ്ട, നല്ലൊരു ഫുഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ ചെയ്തത്. ആനിയുടെ കിച്ചണിൽ വരുന്നതിൽ ഞങ്ങൾക്കും അതുപോലെ സന്തോഷമുണ്ട്. ശരിക്കും സാർ വന്നതിൽ ഞങ്ങളൊക്കെ, ഞാനും എന്റെ പ്രേക്ഷകരും ഫീലിംഗ് സോ പ്രൗഡ് ഓഫ് ourselves. ഈ ഇതുപോലൊരു ദിവസത്തിൽ, നല്ല ദിവസത്തിൽ ആനിയെ പോലെ ഇത്രയും ഫേമസ് ആയ ഒരാളിന്റെ കിച്ചണിൽ വന്ന് ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു സർ. താങ്ക് യു സർ. കുഞ്ഞുനാളിലൊക്കെ എങ്ങനെയാ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചത്? ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഒത്തിരി വിശേഷമൊക്കെ പറഞ്ഞായിരുന്നു. സാറിന്റെ ഒക്കെ വിശേഷം പറയണം. കുഞ്ഞുനാളിലെ സത്യത്തിൽ ഈ ഓണവും ക്രിസ്മസും ഒക്കെ നമുക്ക് ഈ ചെറുപ്രായത്തിലാണല്ലോ ഏറ്റവും സന്തോഷം തോന്നുന്നത്. ഈ പ്രായം കൂടി വരും തോറും അതിൻ്റെ ഒരു സന്തോഷം അല്പം കുറയുന്നുണ്ട്. പക്ഷേ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആകുമ്പോഴത്തേക്ക് സന്തോഷം ഇരട്ടിക്കുമല്ലേ ചെയ്യുന്നത്? അല്ല, മക്കളും കൊച്ചുമക്കളൊക്കെ ആകുമ്പോൾ സന്തോഷം ഇരട്ടിക്കും. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്ന കൊച്ചുനാളിലാണ്. എന്താണ് ഞാൻ പറയട്ടെ, അപ്പോൾ പഠിക്കണ്ടല്ലോ, അതായിരിക്കും. മനസ്സിലായല്ലോ, പഠിത്തത്തിൽ ആർക്കാണ് താല്പര്യം കുറവെന്ന് മനസ്സിലായല്ലോ. അതെ, അന്ന് പഠിക്കണ്ട. സ്ത്രീകൾക്കുള്ള കുഴപ്പം, ഉള്ളിലിരിക്കുന്ന അറിയാതെ അങ്ങ് പുറത്തു. അത് സ്ത്രീകൾക്കുള്ള കുഴപ്പമെന്ന് മാത്രം എങ്ങനെ പറയാൻ നോക്കുന്നേ? ചുമ്മാ ചേച്ചി സമ്മതിക്കുന്നുണ്ടോ ഇത്? അതൊന്നും ഒത്തു കൊടുക്കല്ലേ ചേച്ചി? ക്രിസ്മസിന് എന്നാക്ക സ്പെഷ്യൽ? ചിക്കൻ്റെ 1-2 ഐറ്റം ഒക്കെ ഉണ്ട്. ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണി ഉണ്ട്. പിന്നെ മട്ടൺ സ്റ്റൂവ്, അപ്പം. ഇത് വട്ടയപ്പം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ ഉണ്ടാക്കുന്നത് തന്നെയാ അല്ലേ? ഇദ്ദേഹത്തിന്റെ ഒരു ചിക്കൻ സ്പെഷ്യൽ ഉണ്ട്. ചിക്കൻ ചില്ലി. ചേച്ചിയുടെ എനിക്ക് ഈ പറഞ്ഞ ചേച്ചിയുടെ ഒരു ടിപ്സ് ഒക്കെ ചേർക്കുമായിരിക്കുവേ. ചേച്ചി ഞങ്ങൾക്ക് കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? സാറിന് എങ്ങനെ നാടൻ ഫുഡാണോ ഇഷ്ടം, അതോ എബ്രോഡൊക്കെ പോകുമ്പോ അവിടുത്തെ ഫുഡ്? അങ്ങനെ ഞാൻ എല്ലാം കഴിക്കും. ഏറ്റവും കൂടുതൽ എന്നാ ഇഷ്ടം? നാടൻ ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ ഞങ്ങൾ ഈ പല സ്ഥലത്തും പോകേണ്ടി വരില്ലേ, അപ്പൊ പിന്നെ നമ്മൾ എല്ലാം കഴിക്കേണ്ടി വരും. എന്നാലും നാടൻ ഫുഡാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ അവിടെ പോകുമ്പോഴത്തേക്ക് സാർ പ്രിഫർ ചെയ്തിട്ടുണ്ടോ ഇന്ന ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല? ഇല്ല, നിർബന്ധം അങ്ങനെയൊന്നുമില്ല. അവിടുത്തെ ആ സാഹചര്യത്തിൽ കിട്ടുന്ന ഫുഡ് കഴിക്കും. അതിൽ ചിലപ്പോൾ നമുക്ക് എല്ലാ ഐറ്റവും നമുക്ക് വേണ്ടെന്ന് തോന്നും. നമുക്ക് ചിലത് പ്രിഫർ ചെയ്യും, ചിലത് സെലക്ട് ചെയ്യും. ഈ ബിസി ആവുന്ന ഇടയ്ക്കൊക്കെ ചേച്ചി സാറിന് വീട്ടിൽ വന്ന് ഇങ്ങനത്തെ നമ്മുടെ ക്രിസ്മസ് പോലെയും ഓണം പോലെയൊക്കെ നേരം കിട്ടാറുണ്ടോ വീട്ടില് വരാനും? ഞാൻ വീടുമായിട്ട് വളരെ കൂടുതൽ ഇത് വരുന്നത്. പ്രത്യേകിച്ച് പണ്ട് മുതലേ ഉള്ള ഒരു സ്വഭാവം, ഓണത്തിൻ്റെ അന്നും ക്രിസ്മസിൻ്റെ അന്നും കഴിയുന്നിടത്തോളം പ്രോഗ്രാംസ് കുറയ്ക്കും. വീട്ടിൽ ഭാര്യ, മക്കൾ, അങ്ങനെ മിസ്സസ്, മക്കൾ, അങ്ങനെ അവരുമായിട്ട് ആഘോഷിക്കുന്ന. അപ്പൊ ശരിക്കും പറയുവാന്നേ സാർ ഭയങ്കര ഒരു ഗ്രഹനാഥനാന്ന് തന്നെ പറയുക അല്ലേ? മക്കളൊക്കെ ഇപ്പൊ എവിടം വരെ ചേച്ചി?
മക്കള് 2 മോള്, 2 പേരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. 2 പേരും പട്ടത്താ താമസം. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാ? 2 ട്രിവാൻഡ്രം തന്നെ. ഒരാള് എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, മൂത്തയാള്. രണ്ടാമത്തെ മോള് ഡോക്ടറാണ്. ഇവിടെ തന്നെ രണ്ടുപേരും ട്രിവാൻഡ്രത്ത് തന്നെ. ഓ അത് ശരി. അപ്പൊ പിന്നെ കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് വരുമ്പോ വീട്ടിൽ എന്നാ ബഹളായിരിക്കും അല്ലേ? അപ്പൊ ഇപ്പത്തെ ആഘോഷം കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അതെ, അല്ല എന്നാലും ഈ എല്ലാവരും കൂടി കൂടുമ്പോഴുള്ള സന്തോഷം ഇപ്പോഴാണ്. ശരിയാണ്. ഈ സ്പീക്കർ ആയ സമയത്തെ ഞാൻ ഈ TV-യിലെ ഇച്ചിരി സാധനമൊക്കെ കണ്ടായിരുന്നേ, സാറിന്റെ കസാരയൊക്കെ തെറിച്ച് ഏതോണ്ടൊക്കെയോ ദിക്കിലേക്ക് പോകുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇതുവരെ കാണാത്തയാ നമ്മുടെ ഇവിടെ കണ്ടത് അസംബ്ലിയിൽ. അപ്പൊ ഇതൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു, ചിലപ്പോൾ ചിന്തിക്കും സാറിന്റെ പേര് പോലെ തന്നെ അത്രയും ശക്തനായിരുന്നു ആ സമയത്തൊക്കെ. അല്ല, അതെ, അന്ന് നടന്ന സംഭവം കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഒരു നിയമസഭയിൽ നടന്നിട്ടുള്ള സംഭവമല്ല. പ്രത്യേകിച്ച് ഞാനുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ അല്ല. ഞാൻ സ്പീക്കറായി തിരഞ്ഞെടുത്തിട്ട് 26 മണിക്കൂർ പോലും തികയുന്നതിന് മുൻപ് ആകുന്നതിന് മുൻപ് നടന്ന സംഭവം. ഞാനുമായി അതിന് ഒരു ബന്ധവുമില്ല. പക്ഷെ ഒരിക്കലും സംഭവിക്കാത്തതാണ് സംഭവിച്ചു. പക്ഷെ അന്നൊരു കാര്യമുള്ളത്, സ്പീക്കർ എന്ന് പറയുന്ന ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഏറ്റവും പ്രധാനമാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ളത്. ബഡ്ജറ്റ് അവതരിപ്പിച്ചേ തീരൂ. ഞാൻ അവിടെ പോവുകയും ആ കസേരയിൽ ഇരിക്കുകയും ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ധനകാര്യ വകുപ്പ് മന്ത്രിയെ വിളിക്കുകയും ചെയ്താലേ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റൂ. അതാണ് നമ്മുടെ നിയമസഭയുടെ ആ രീതി. അപ്പോൾ എന്ത് പ്രയാസം സഹിച്ചും ആ സ്ഥാനത്തെത്തുക, അവിടെ ഇരിക്കുക, എന്നിട്ട് ഇരുന്നിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വിളിക്കുക. പക്ഷെ അന്ന് മറ്റൊരു വ്യത്യാസം ഉണ്ടായി. സാധാരണ സ്പീക്കർ ധനകാര്യ വകുപ്പ് മന്ത്രിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വിളിക്കുന്നത് ഇരുന്നുകൊണ്ടാണ്. അന്ന് നിന്ന് വിളിക്കേണ്ടി വന്നു. കസേര ഇല്ലാത്തതുകൊണ്ടല്ല, കസേര അഡീഷണൽ ചെയർ കൊണ്ടുവന്നു, ഞാൻ ഇരിക്കുന്നുമുണ്ട്. പക്ഷേ എൻ്റെ മേശപ്പുറത്ത് ആൾ കയറി ഇരിക്കുക MLA കാണുന്നില്ല. അതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് പറയുകയും, പറഞ്ഞാൽ കേൾക്കുന്നില്ല, കാരണം ബഹളം ഉണ്ടാക്കുക, പിന്നെ എഴുന്നേറ്റ് എന്ന് പറയുകയും ചെയ്യേണ്ടി വന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ നടന്നുള്ളൂ. ശരിക്കും സാർ അത് നോക്കട്ടെ, നമ്മുടെയൊക്കെ സംസ്കാരം ഇല്ലാത്ത പോലത്തെ ഒരു പെരുമാറ്റമായി പോയില്ലേ? അതിനെപ്പറ്റി സ്പീക്കർ എന്നതിൽ ഞാൻ അഭിപ്രായം പറഞ്ഞാൽ അതൊരു വിവാദമാകും. അതുകൊണ്ട് ഞാനത് അഭിപ്രായം പറയുന്നില്ല. എന്തായാലും അതാണ് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചത്. നമ്മുടെ നിയമസഭയിൽ ഇതുവരെ ഇങ്ങനൊരു സംഭവമില്ല. കേരളത്തിൽ ഒരു നിയമസഭയിലും ഇങ്ങനെ ഒരു സംഭവമില്ല. പ്രതിസന്ധികളിൽ പതറുന്ന സ്വഭാവം എനിക്കില്ല. എന്ത് പ്രതിസന്ധി വന്നാലും അപ്പോൾ അങ്ങ് അറിയാതെ ഒരു ശക്തി എനിക്ക് കിട്ടും. പേര് പോലെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞിട്ടതോ ദൈവത്തിന്റെ അനുഗ്രഹം. അങ്ങനെ എപ്പോഴെങ്കിലും ഈ ഒരു സാഹചര്യം മാറ്റി വെക്കുവാണെങ്കിൽ സാറിന്റെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ട്? ഇതുപോലൊരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ പല പ്രാവശ്യം MLA ആയി, മന്ത്രിയായി, ഡെപ്യൂട്ടി സ്പീക്കറായി. പക്ഷേ ഇതുപോലൊരു പ്രതിസന്ധി ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ സാർ കോളേജിൽ നിന്ന് രാഷ്ട്രീയത്തിലോട്ട് വരുമോ? അങ്ങനെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയായിരുന്നു. എൻ്റെ അവസാനത്തെ വിദ്യാഭ്യാസം LLB ആയിരുന്നു. ട്രിവാൻഡ്രം ഗവൺമെൻറ് ലോ കോളേജിൽ LLBക്ക് പഠിക്കുമ്പോൾ തന്നെ സജീവമായി ഇറങ്ങുകയും LLB ഫൈനൽ ഇയർ കഴിഞ്ഞ ഉടനെ ഞാൻ ആദ്യമായി അസംബ്ലി ഇലക്ഷന് മത്സരിക്കുന്നു. അല്ല സാർ, അപ്പോൾ ലോ ചെയ്തുകൊണ്ടിരുന്ന സാറിന് പെട്ടെന്ന് എന്തുകൊണ്ട് തോന്നിയത് രാഷ്ട്ര സേവനം ചെയ്യണമെന്നോ? വിദ്യാർത്ഥി രംഗത്ത് ഞാൻ സജീവമായിരുന്നു. ആ സജീവമായിരുന്ന് വളരെ ആക്റ്റീവായതിൻ്റെ ഭാഗമായി എൻ്റെ പാർട്ടി എനിക്ക് ഉടൻ തന്നെ അസംബ്ലിയിൽ സീറ്റ് തന്നു. ഞാൻ മത്സരിക്കുന്നു. അല്ല, സാറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ടാണ് സാർ പൊളിറ്റിക്സിലേക്ക് വന്നതെന്ന് വെച്ചാൽ സാറിന് ജനത്തോട് അത്രയും ഒരു ഇത് തോന്നിയിട്ടാണ്? ഇഷ്ടമാണ്, പൊതുപ്രവർത്തനം ഇഷ്ടമാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുക, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അവരിൽ ഒരാളായി മാറുക, ഇതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പണ്ട് മുതലേ അത് സന്തോഷമാണ്. അതിൻ്റെ ഭാഗമായി ആക്റ്റീവായി വിദ്യാർത്ഥി രംഗത്ത് സജീവമായി വന്നു. വിദ്യാഭ്യാസം അവസാനിച്ച ഉടൻ തന്നെ 1 വർഷത്തിനകത്ത് തന്നെ അസംബ്ലി ഇലക്ഷൻ മത്സരിക്കാൻ സീറ്റ് കിട്ടി. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചില്ല, പക്ഷെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. MLA. സാർ ഇത്ര പറഞ്ഞല്ലേ, ഇപ്പം സാർ ഇരിക്കുന്ന ബീങ് എ സ്പീക്കർ, സാറിന് ഭരണപക്ഷവും പ്രതിപക്ഷവും കേൾക്കണം. ഇപ്പോൾ സപ്പോസ് പ്രതിപക്ഷത്തിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബീങ് എ സ്പീക്കർ സാർ എന്ത് ചെയ്യും? തീർച്ചയായും അതിനെ സപ്പോർട്ട് ചെയ്യും. അവർക്കത് അവതരിപ്പിക്കാനുള്ള മാക്സിമം സമയം കൊടുക്കും, അത് അംഗീകരിക്കും. സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരുപോലെയാണ്. നിഷ്പക്ഷനാണ് സ്പീക്കർ. സ്പീക്കർക്ക് രാഷ്ട്രീയം പോലും പാടില്ല. ഈ സ്പീക്കർ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ 2
ഇരു വിഭാഗത്തെ ഒരുപോലെ കാണണം. ആരോടും പ്രത്യേകിച്ച് കൂടുതൽ സ്നേഹമോ പ്രത്യേകത പാടില്ല, പാർഷ്യാലിറ്റി പാടില്ല, 50-50. പക്ഷേ പ്രതിപക്ഷം ഗവൺമെൻറ്റിനെ അറ്റാക്ക് ചെയ്യുകയും ഗവൺമെൻറ് വരികയും ചെയ്യുമ്പോൾ ഈ അസംബ്ലിയുടെ അതെല്ലാം നടപടിക്രമങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് സ്പീക്കറുടെ ഒരു ഉത്തരവാദിത്വമാണ്, കടമയാണ്. അതുകൊണ്ട് പലപ്പോഴും പ്രതിപക്ഷം നടപടി നടത്തിക്കൊണ്ടു പോകുമ്പോൾ അവരുടെ വിമർശനം ഉണ്ടാകാറുണ്ട്. അത് ഏത് സ്പീക്കർക്കും ഉണ്ടാവും. അത് ശരിയാ. അല്ല, ഈ വീട്ടമ്മ എന്ന നിലയ്ക്ക് എനിക്ക് അറിയാൻ മേല. അപ്പം എനിക്ക് അറിഞ്ഞാൻ മേലാത്ത കാര്യമൊക്കെ സാറിനോട് എനിക്ക് ഓപ്പൺ ആയിട്ട് ചോദിക്കാമല്ലോ, അതുകൊണ്ട് ചോദിച്ചു സാർ. പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ ശൂന്യവേള എന്നൊക്കെ പറയുന്ന സാധനം എന്നതാ? ശൂന്യവേള എന്ന് പറയുന്നത് നമ്മുടെ നിയമസഭ ആരംഭിക്കുന്നത് രാവിലെ 8:30-ക്കാണ്, 8:30 എൻ്റെ ടൈം. അത് 1 അവർ ക്വസ്റ്റ്യൻ അവറാണ്. ആ ചോദ്യോത്തരം കഴിഞ്ഞാൽ അടുത്ത് വരുന്ന 1 മണിക്കൂറാണ് ശൂന്യവേള. എന്ന് പറഞ്ഞാൽ കൃത്യമായി 9:30 മണി മുതൽ ഉള്ള 1 മണിക്കൂറാണ് ശൂന്യവേള. പക്ഷേ ഈ 1 മണിക്കൂർ എന്നുള്ള ചിലപ്പോൾ അല്പം നീണ്ടുപോരും. ഒരു അടിയന്തര പ്രമേയമൊക്കെ വന്നു കഴിഞ്ഞാൽ ദീർഘമായി സംസാരിക്കും, ദീർഘമായി മറുപടി പറയും. അപ്പോൾ ഈ ശൂന്യവേള ടൈം അല്പം നീണ്ടു പോകാറുണ്ട്. പക്ഷേ 9:30-ക്ക് കൃത്യം 9:30-ക്ക് അത് ആരംഭിക്കും, 0 അവർ ആരംഭിക്കും. ഓക്കെ. അത് എന്നാന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഈ TV കാണുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നതാ, നേരം പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയാൻ മേലല്ലോ ചേച്ചി. ശൂന്യവേളയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇപ്പോൾ പെട്ടെന്നൊരു സംഭവം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു, അത് നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അതിന് അവർ അടിയന്തര പ്രമേയം ആയിട്ടാണ് അത് കൊണ്ടുവരുന്നത്. അടിയന്തര പ്രമേയം വരുന്നത് ഈ ശൂന്യവേളയുടെ ആരംഭത്തിലാണ്. അതാണ് ശൂന്യവേളയ്ക്കുള്ള ഏറ്റവും പ്രധാനം. ഓക്കെ ഓക്കെ. ശൂന്യവേളയുടെ കാര്യമൊക്കെ പറഞ്ഞു. എൻ്റെ അടുക്കളയുടെ ശൂന്യവേളയുടെ സമയത്ത് ഞാൻ എന്തായാലും എൻ്റെ ഭക്ഷണം സാറിന് തരാം. അത് കഴിക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുക. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സാറിന് എന്താ പറയുന്നത്, സംസാരിക്കാൻ കണ്ടില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിലേക്ക് നോക്കുന്നത്. അത് ഞാൻ സത്യം ശ്രദ്ധിച്ചില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് നോക്കുക, എപ്പോ തരുമെന്ന് ചിന്തിക്കുമായിരുന്നു അല്ലേ, എപ്പോഴും കിട്ടുമെന്ന് അങ്ങനെ നോക്കുകയായിരുന്നു. അല്ല, ഇതിനോടൊപ്പം കേക്കില്ലേ? കേക്ക് തരാം, വിഷമിക്കണ്ട. ഞാനൊരു സ്പെഷ്യൽ കേക്കാ ഉണ്ടാക്കിയേക്കുന്നത്. ക്രിസ്മസിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് കേക്കും വൈനും. അതെ സർ, ഞാൻ എന്തായാലും സാറിന് ഒരു സ്പെഷ്യൽ കേക്കാ തരാൻ പോകുന്നേ. അത് സാർ എന്തായാലും വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ കിട്ടത്തോലും ഇല്ല. നാനീസ് കിച്ചണിൽ വരുമ്പോ എല്ലാം സ്പെഷ്യലാ സാർ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ സന്തോഷമുള്ളൂ, ഏത് നേരം എപ്പോ വേണേലും ഓൾവേസ് വെൽക്കം സർ. സാറിന് എപ്പോ വേണേലും അപ്പം ഞങ്ങളെ വിളിച്ചു പറയാം, അന്നേരം ഞങ്ങൾ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും. സാറിന് എപ്പോ വേണമെങ്കിലും വരാം. ഓൾവേസ് വെൽക്കം ടു ആനീസ് കിച്ചൺ. സർ കഴിക്കണം, സർ കഴിക്കണം. കഴിക്കാം. ഞാൻ തുടങ്ങി. ചേച്ചി കഴിച്ച് തുടങ്ങിയേ. വെറുതെ പറയല്ല, കൊള്ളാം, നന്നായിരിക്കും, നല്ല ടേസ്റ്റ്. താങ്ക് യു സർ. ഇത് വേറെ ഒന്നല്ല സർ, എന്നാന്നോ, നമ്മുടെ ഇവിടെ കുറേ ഡോക്ടേഴ്സ് വന്നു. അപ്പം നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മുടെ ചിക്കനും മീറ്റും എല്ലാം കഴിക്കുമ്പോഴത്തേക്ക് എത്രയും വെജിറ്റബിൾസ് നമ്മുടെ ദേഹത്ത് പോകുന്നോ അത്രയും നല്ലതാന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എത്രയായാലും നമ്മൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇവിടെ കേൾക്കും, പക്ഷെ ചിലപ്പോൾ പോകുന്ന വഴി ചിലപ്പോൾ ഒന്ന് മനസ്സിൽ കയറും ആ വെജിറ്റബിൾ തിന്നണമല്ലോ. ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇത് ഇപ്പുറത്തൂടെ അങ്ങ് പോകും. അപ്പം ഞങ്ങൾ എന്നാ ചെയ്തു, പിള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ഈ വെജിറ്റബിൾ ചേർത്താൽ കുറച്ച് ആരോഗ്യവും കൂടെ നോക്കാമല്ലോ എന്ന് വെച്ച് വെജിറ്റബിൾ ആൻഡ് ചിക്കൻ കറിയാ ചെയ്തേക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. പക്ഷേ നമ്മുടെ വെജിറ്റബിൾ ആണോ? നമ്മുടെ കോളിഫ്ലവർ, ബീൻസ്, ക്യാരറ്റ് ഇതൊക്കെ നമ്മുടെയാന്നാ ഇപ്പൊ പറയുന്നേ. ചേച്ചി, സാറിന്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ എങ്ങനെയാ സാർ? ഭയങ്കര ചിട്ടയും അടുക്കും ഒക്കെ അങ്ങനെയാണോ? സാറെല്ലാം ഫുഡിന്റെ കാര്യത്തിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല. ഓ, അത് ശരി. അത് എത്ര എന്നാന്ന് പറഞ്ഞാലും കഴിക്കത്തില്ല. എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് നോക്കി ആവശ്യത്തിന് മാത്രം. രാവിലെയൊക്കെ നേരത്തെ എണീറ്റ് കുറെ നടക്കും, അങ്ങനെയുള്ള എല്ലാ കാര്യവും അല്ലേ. വേറെ ഇനി വല്ലതും ഉണ്ട് രാവിലത്തെ കാര്യം? ആരാണാ ചോദിക്കുന്നത്? ബാക്കി വേറെ വല്ലതും ചെയ്യുന്നുണ്ടോന്ന്? വേറെ ഒന്നുമില്ല, എക്സർസൈസ് ഒന്നുമില്ല. ഇല്ല, അത് സത്യമാട്ടോ. ചേച്ചിയോട് കുറച്ചുകൂടെ ഒന്ന് ചോദിച്ചാൽ ചേച്ചി സത്യം എല്ലാം പറയും. ഞങ്ങളോട് ചേച്ചിയെ കൂടി സിനിമയ്ക്കൊക്കെ പോവാ? അതായത് ഇത്ര ബിസി ആയതുകൊണ്ട് ചോദിക്കുന്നത്. എത്രയായാലും എല്ലാം നല്ല ഫിലിം എല്ലാം പോകും. ചേച്ചി പറയോ പോവാന്ന് പറയോ? അതോ സാറായിട്ട് വന്ന് പറയോ? സാറിനും ഇഷ്ടം, എനിക്കിഷ്ടം. ചിലപ്പോ മക്കള് പറയും ഭയങ്കര ഇഷ്ടം, നല്ല ഫിലിം. ആനിയുടെ എല്ലാ ഫിലിം കണ്ടിട്ടുണ്ട്.
സത്യമോ പറഞ്ഞു ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയല്ലേ. ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമാ താരം ആനിയാണ്. അമ്മയാണ് സത്യം മുതൽ, അതല്ലേ ആദ്യത്തെ ഫിലിം? അത് മുതൽ ആ ഫസ്റ്റ് ഫിലിമില് ഞങ്ങൾക്കുണ്ടായ ആ ഒരു അഭിപ്രായമാണ്. അതിന് ഇന്നും കോട്ടം തട്ടാതെ അത് മനസ്സിൽ നിൽക്കുകയാണ്. ബീങ് എ സ്പീക്കർ, ഇപ്പോഴത്തെ ഗവൺമെന്റിനോട് സർ എന്തെങ്കിലും ഒരു കാര്യം ഇനിഷ്യേറ്റീവ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം? ഞാൻ പലതും പറയാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2-3 കാര്യം. ഞാൻ രാഷ്ട്രീയം പറയുന്നല്ല, സ്പീക്കർക്ക് രാഷ്ട്രീയമില്ല, സ്പീക്കർ രാഷ്ട്രീയം പറയാൻ പാടില്ല. പാവപ്പെട്ട ആളുകൾക്ക് 1 കിലോ അരി 1 രൂപയ്ക്ക് കൊടുക്കാൻ ഈ ഗവൺമെൻറ് തീരുമാനിച്ചു. ഞാൻ കാണുന്നത് അതൊരു നല്ല കാര്യമാണ്. ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ ഈ വളരെ നല്ല വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അത് മാത്രം പോരാ, സമൂഹത്തിൻ്റെ അടിത്തട്ടുള്ള ദുർബല വിഭാഗങ്ങളെയും കൂടി കരുതുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കണം. അതിലൊരു കാര്യമാണ് 1 കിലോ അരി 1 രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. 25 കിലോ അരിയാണ് ഒരു മാസം. പക്ഷെ 25 ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. എന്നാലും അത് 15 കിലോ ആയിരുന്നാലും 20 കിലോ ആയിരുന്നാലും അത്രയെങ്കിലും കിട്ടുന്നല്ലോ 1 രൂപ. 1 രൂപയ്ക്ക് 1 കിലോ അരി ഒരു ദിവസം വാങ്ങാൻ കഴിഞ്ഞാൽ പട്ടിണി കാണൂലല്ലോ വീട്ടിൽ. അതൊരു വലിയ 1 രൂപ എടുക്കുക. ഇപ്പം ഭിക്ഷക്കാർക്ക് പോലും 10 രൂപയിൽ കുറഞ്ഞ് കൊടുത്താൽ അവർ വാങ്ങില്ല. 5 രൂപ കൊടുത്താൽ തിരിച്ചു വിളിക്കും, ഇതുകൂടെ കയ്യിൽ വെച്ചോളാൻ പറയും. സത്യമായിട്ടും പറഞ്ഞാൽ വളരെ ശരിയാ. കാര്യം എനിക്ക് അനുഭവം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അംഗീകരിക്കുന്നത്. സർ, അതേപോലെ നമുക്ക് ഈ പച്ചക്കറിയും കൂടെ എണ്ണയിലൊന്നും ആക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. എന്നുവെച്ചാൽ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ നമുക്ക് പച്ചക്കറി തിന്നണമെങ്കിൽ നമ്മൾ അന്യനാട്ടിൽ പോയി ചോദിച്ചു മേടിക്കണം. അതിനിപ്പോൾ നമ്മൾ കേരളക്കാർക്ക് അത് സംസാരിക്കുന്നിടത്തെല്ലാം യോഗങ്ങളിലെല്ലാം പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയുടെ യോഗങ്ങൾ, റെസിഡൻസ് അസോസിയേഷൻ്റെ യോഗങ്ങൾ, സ്കൂളുകൾ, ഇവിടെയെല്ലാം ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം, ഈ അടകുടി കിടക്കുന്ന ആളിന് 5 സെൻറ്റ് വസ്തു ഉണ്ടാവും, ഒരു വീടുണ്ടാവും. ആ വീട്ടിൻ്റെ മുറ്റത്തും ടെറസ് കെട്ടുവാണെങ്കിൽ മുകളിലും പച്ചക്കറി കൃഷി ചെയ്യണം. ഞാൻ കഴിഞ്ഞ കുറേ അധികം വർഷമായി ഞങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇപ്പോൾ ഔദ്യോഗിക വസതിയിൽ പോലും ആവശ്യമുള്ളത് ഞങ്ങൾ തന്നെ അവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അവിടെ എല്ലാം ഉണ്ട് ഞങ്ങൾക്ക്. ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ 2 പച്ചക്കറി വീട്ടിൽ കൃഷി ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും നിർബന്ധമായും വീട്ടിൽ കൃഷി ചെയ്ത ഒരു പച്ചക്കറി ഉണ്ടാവും. അടുക്കളയിലൊക്കെ സാർ സഹായിക്കും? നേരം കിട്ടത്തില്ല, പക്ഷെ എന്തായാലും ചുമ്മാ ചോദിക്കാം. വർഷത്തിൽ 1-2 തവണ കാണും. ഇതായിരുന്നു അടുക്കള എന്ന് ചോദിക്കുമായിരിക്കും. എല്ലാ അഡ്വൈസും കൊടുക്കുന്നത് ഞാനാണ്. കണ്ടോ, അതൊക്കെ പറയും. നേരം ഇല്ലാന്നുള്ളത് നമ്മൾ പരിഗണിച്ചേക്കാം. അല്ല, എന്നാലും ഒരു ഗസ്റ്റ് ഉണ്ട്, ഇന്ന് എന്തൊക്കെ ചെയ്യാന്ന് ഞാൻ ആലോചിക്കും. എന്തൊക്കെ ഐറ്റംസ് അതൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ പറയും, ഇന്നൊക്കെ ചെയ്യാം, അത് പറയാം, അതെല്ലാം അറിയും. പക്ഷെ കിച്ചൺ കാണുന്നത് വല്ലപ്പോഴും ഒഴിക്കേ ഉള്ളൂ എന്നേ ഉള്ളൂ. ഞാൻ വീട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളും അറിയും. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കാലത്ത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കും. വീട്ടിലും അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് എന്നുള്ളതിനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കും. അതുപോലെ ഉച്ചയ്ക്ക് എന്ത് വേണം, രാത്രി എന്ത് വേണം എന്നുള്ളത് പരസ്പരം ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്നത് ഞാനും കൂടി ചേർന്നാണ് തീരുമാനിക്കുന്നത്. ഇതിന് ശരിക്കും ഒരു ക്ലാപ്സ് തന്നില്ലെങ്കിൽ വലിയ മോശമാണ്. കാര്യം എന്നാണെന്നറിയാവോ ചേച്ചി, ഇത് ഒട്ടുമിക്ക വീടുകളിലും രാത്രി മിക്കപ്പോഴും സ്ത്രീകൾ ഒറ്റയ്ക്ക് കിടന്ന് ആലോചിക്കുന്ന ഒരു കാര്യമാണിത്. ഇനി രാവിലെ എന്താ, ഉച്ചയ്ക്ക് എന്താ, രാത്രി എന്താ. ഇപ്പൊ സാർ ഇങ്ങനെ പറയുന്ന മിക്ക എന്നാ പറയാ ഗൃഹനാഥന്മാരും ഇത് കേട്ട് പഠിക്കണം. അത് വേറെ ആരുമല്ല, ബഹുമാനപ്പെട്ട സ്പീക്കർ പറയുമ്പോ അത് ഇച്ചിരി എല്ലാ ഗൃഹനാഥന്മാർക്കും കേൾക്കേണ്ട കാര്യം തന്നെയാ. കാര്യം എല്ലാ ഇതും കൂടെ സ്ത്രീയുടെ തലയിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. രാവിലെ ഇഡലി ഉണ്ടാക്കിയ ഇന്ന് ഇഡലി ആയിരുന്നോ അത് ചോദിക്കത്തില്ലല്ലോ. അടുത്ത ഇലക്ഷന് സാർ മത്സരത്തെ കാണോ? ഞാൻ മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ്. എൻ്റെ പാർട്ടിയും UDF-ഉമാണ് എനിക്ക് എന്നെ നിർത്തണമോ മത്സരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത്. പിന്നെ ഞാൻ വിജയിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളോട് ഇത്ര സ്നേഹമുള്ള ഒരു വ്യക്തിയും ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ വേണമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും ആനിയുടെ കിച്ചൺ കാണുന്ന ഏതൊരു പ്രേക്ഷകരും സാറിന് വേണ്ടി വോട്ട് ചെയ്യും. ഞാനും പ്രേക്ഷകരുമായിട്ട് ചേർന്നിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസാ. അവിടെയാണ് സാർ ഞങ്ങളുടെ കൊച്ചു ക്രിസ്മസിലേക്ക് ആഘോഷിക്കാൻ എത്തിയത്. അപ്പൊ സാറിനോട് വർത്താനം പറഞ്ഞപ്പോഴാണ് സാർ ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നും കൂടെ മനസ്സിലാക്കി. അപ്പൊ തീർച്ചയായിട്ടും സാർ ഇലക്ഷനിൽ നിന്നാൽ
തീർച്ചയായിട്ടും ഞങ്ങൾ സാറിന്റെ കൂടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അനിയും കൂടി വരുമോ പ്രചരണത്തിന്? അയ്യോ അങ്ങനെയൊക്കെ ചോദിക്കാതെ അങ്ങനെ ഒന്ന് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാർ. പക്ഷെ എന്താണെന്നറിയോ, പ്രസംഗിക്കാനൊന്നും അറിയാൻ മേല. അതുകൊണ്ട് പക്ഷെ ആസ് എ ബാക്ക് സപ്പോർട്ട് ഞങ്ങളൊക്കെ ഉണ്ടാവും കൂടെ. എന്തായാലും സാർ, സാറും ചേച്ചിയും കൂടെ ഞങ്ങളുടെ ഷോയിലേക്ക് ഇവിടെ വന്ന് ഇത്രയും ഞങ്ങളുടെ ഒരു കുഞ്ഞു ക്രിസ്മസ് ആയിരുന്നേ, പക്ഷെ അത് ഇത്രയും വലിയൊരു സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ക്രിസ്മസ് ആക്കി തന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് സാറിനോടും ഉണ്ട്, ചേച്ചിയോടും ഉണ്ട്. സർ, ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇതാ കരോളും കൂടെ വരുന്നുണ്ട്. അതും കൂടെ ഒന്ന് പങ്കുചേർന്ന് ഒരു ക്രിസ്മസ് കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഒന്ന് വലുതാക്കി ആ ഒരു സന്തോഷത്തിലും കൂടെ പങ്കുചേർന്നിട്ട് സാറിന് പോവാം.